നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വെറുതെ ഒരു കൂടിയാലോചന. ലോ അക്കാദമി പ്രശ്നത്തിൽ അനന്തര നടപടി ആലോചനയുമായി ഇന്ന് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ അടിയന്തര യോഗം. സർക്കാർ നിലപാട് വ്യക്തമായിരിക്കെ CPM-ന് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് കടുത്ത നടപടികൾ തീരുമാനിക്കില്ല. വല്യേട്ടനുമായി കൊമ്പുകോർത്ത CPI-യുടെ നിലപാട് നിർണായകമാകും. അന്വേഷണം നടത്തിയ ഉപസമിതിയുടെ റിപ്പോർട്ട് ശരിവെച്ചെങ്കിലും തീരുമാനം സർക്കാരിന് വിട്ട കഴിഞ്ഞ സിൻഡിക്കേറ്റിൽ ഉയർന്നത് രൂക്ഷമായ തർക്കം. അന്തിമ തീരുമാനത്തിന് മുതിരാതിരുന്ന സർക്കാർ അത് സിൻഡിക്കേറ്റിന് കൈമാറുകയായിരുന്നു. അതിനിടെ പ്രശ്നത്തിൽ മൃദു സമീപനം മതിയെന്ന് കോൺഗ്രസ് അംഗങ്ങൾ രഹസ്യ തീരുമാനമെടുത്തതായി റിപ്പോർട്ട്. വിദ്യാർത്ഥി സമരം തിളച്ചുമറിയുന്നതിനിടെ അക്കാദമി അനിശ്ചിതകാലത്തേക്ക് പൂട്ടിയിടാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത് ഇന്നലെ വൈകിട്ട്. ഇന്നു മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കാനുള്ള നീക്കം വേണ്ടെന്ന് വെച്ചത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത്. ക്ലാസ് ആരംഭിച്ചാൽ തടയാൻ KSU-വും ABVP-യും. അതേസമയം രാജിവെക്കാൻ ലക്ഷ്മി നായരോട് പറയില്ലെന്ന് അക്കാദമി ഡയറക്ടറുടെ ആന്റി ക്ലൈമാക്സ്. ഒരാളെ ഇതിൽ കൂടുതൽ നാണം കെടുത്താനാവില്ല. വിദ്യാർത്ഥി സമരത്തിന്റെ കാര്യത്തിൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. രാജി ആവശ്യപ്പെട്ടിട്ട് ലക്ഷ്മി നായർ ആത്മഹത്യ ചെയ്താൽ ആര് മറുപടി പറയുമെന്നും അച്ഛൻ നാരായണൻ നായർ. ചോദ്യങ്ങളുടെ ചൂണ്ടുവിരൽ. ലോ അക്കാദമി വിഷയത്തിൽ CPM CPI പോര് മൂർച്ഛിക്കുന്നതിനിടെ പിണറായിക്ക് നേരെ രൂക്ഷ വിമർശനത്തിന്റെ കൂരമ്പുമായി ജനയുഗം. അക്കാദമിയുടെ കൈവശമുള്ള വിവാദ ഭൂമി തിരിച്ചുപിടിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അനൌചിത്യം. ചരിത്രം ഉൾക്കൊള്ളാത്തവർക്ക് സ്ഥാനം ചവറ്റുകുട്ടയിലെന്നും CPI മുഖപത്രം. ഭൂമി നൽകിയത് സർക്കാരിന് അധികാരമുള്ള ട്രസ്റ്റിനാണ്. അത് കുടുംബസ്വത്താക്കാൻ അനുവദിക്കില്ല. CPI-യുടെ തെറ്റ് ശരിയാണെങ്കിൽ പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്ക് എന്ത് പ്രസക്തിയെന്ന് CPI-യുടെ ചോദ്യം. ഭൂമി തിരിച്ചുപിടിക്കില്ലെന്ന് പറയുന്ന മഹാരഥന്മാർ ചരിത്രം അറിയണമെന്നും ജനയുഗം. വിവാദ ഭൂമിയിൽ അന്വേഷണം നടത്തിയ റവന്യൂ വകുപ്പ് പിണറായി സർക്കാരിന്റെ ഭാഗമല്ലേ എന്ന് CPI. മൂർച്ചയേറിയ മുഖപ്രസംഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിനും കണക്കിന് പരിഹാസം. ഒത്തുതീർപ്പ് ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയ മന്ത്രി മാനേജ്മെന്റിന്റെ മെഗാഫോൺ പോലെയെന്ന് ആക്ഷേപം. അധികാരത്തിന്റെ അണിയറ. തോഴിക്ക് തലൈവിയിലേക്ക് വഴിയൊരുക്കി തമിഴകം. അണ്ണാ DMK നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശശികല നാളെയോ വ്യാഴാഴ്ചയോ മുഖ്യമന്ത്രി പദമേൽക്കും. ജയലളിതയ്ക്ക് പകരക്കാരനായി 2 മാസം അധികാരത്തിലിരുന്ന പനീർശെൽവം ധനമന്ത്രിയായി തുടരുമെന്ന് സൂചന. പാർട്ടി നേതൃസ്ഥാനം നേരത്തെ കൈപ്പിടിയിലാക്കിയ ശശികല മുഖ്യമന്ത്രി പദത്തിനായി കരുനീക്കം നടത്തിയത് അവിചാരിത വേളയിൽ. പറഞ്ഞെഴുതിച്ച തിരക്കഥ പോലെ പാർട്ടി MLA-മാരുടെ യോഗത്തിൽ ശശികലയുടെ പേര് നിർദ്ദേശിച്ചത് പനീർശെൽവം തന്നെ. നേതാക്കൾ ഏകകണ്ഠമായി പിന്തുണച്ചതോടെ മുതൽ വനിതയായി തോഴിക്ക് തമിഴകമണക്കം. പാർട്ടി ജനറൽ സെക്രട്ടറി ആകാനും മുഖ്യമന്ത്രിയാകാനും തന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് പനീർശെൽവമാണെന്ന് ശശികല. പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് തിരിച്ചടിയാണ് ഇതെന്നും നിയുക്ത മുഖ്യമന്ത്രി. അതേസമയം ശശികല മുഖ്യമന്ത്രിയാകുന്നതിൽ കടുത്ത എതിർപ്പുമായി DMK മേധാവി MK സ്റ്റാലിൻ. വീഴ്ചയിലും പിടിവിടാതെ. യാത്രാവിലക്കിൽ കോടതിയുടെ തിരിച്ചടി നേരിട്ടിട്ടും വിട്ടുകൊടുക്കാതെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഉത്തരവ് തടഞ്ഞ സിയാറ്റിൽ കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ തള്ളിയതിനു പിന്നാലെ US നീതി വകുപ്പിന്റെ പുനഃപരിശോധനാ ഹർജി ഇന്ന്. അതേസമയം സിയാറ്റിൽ കോടതി വിധിയെ തുടർന്ന് യാത്രാവിലക്ക് നടപ്പാക്കുന്നത് നിർത്തിവെച്ച് അമേരിക്കൻ അധികൃതർ. സാധുവായ വിസയും യാത്രാരേഖകളുമുള്ള ആർക്കും രാജ്യത്ത് പ്രവേശിക്കാമെന്ന് ആഭ്യന്തര സുരക്ഷാ വിഭാഗം. വിമാനത്താവളങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം. എന്നാൽ സിയാറ്റിൽ കോടതിയുടെ ഇടപെടൽ ഭരണഘടനാപരമായ അധികാര വിഭജനത്തിന്റെ ലംഘനമെന്ന് ട്രംപ്. ഏതു വിഭാഗത്തിൽപ്പെട്ട പൗരനെയും സന്ദർശകനെയും വിലക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. US കോൺഗ്രസ് നൽകുന്ന അധികാരം ചോദ്യം ചെയ്യാനാവില്ലെന്നും പുനഃപരിശോധനാ ഹർജിയിൽ വാദം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.